ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ, ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. നിഞ്ജനം നിന്നിൽ ആനന്ദിച്ചിടാൻ വീണ്ടും നിൻ ജീവനെ നൽകണമേ. നിഞ്ജനം നിന്നിൽ ആനന്ദിച്ചിടാൻ വീണ്ടും നിൻ ജീവനെ നൽകണമേ. ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ, ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ആത്മവരത്താൽ വൻക്രിയ ചെയ്യാൻ പ്രാപ്തരായി തീർന്നതുപോ നിവചനത്താൽ ആയിരങ്ങൾ വൻ ശക്തിയോടിന്നുണർന്നിടണമേ. നിവചനത്താൽ ആയിരങ്ങൾ വൻ ശക്തിയോടിന്നുണർന്നിടണമേ. ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ, ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. കിടന്നതുപോൽ ആത്മവരൾച്ചയേറ്റിതമേവം ജീവനിലെ പരരേ. അസ്ഥികളാക്കാൻ പുഷ്ടി ലഭിക്കാൻ സ്വർഗീയ കാറ്റേ നീ വീശണമേ. അസ്ഥികളാക്കാൻ പുഷ്ടി ലഭിക്കാൻ സ്വർഗീയ കാറ്റേ നീ വീശണമേ. ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ, ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ.
കളിച്ചതുപോ മന്ദത മാറ്റി നല്ലുണർവേകി വൻക്രിയ ചെയ്തിടട്ടെ. ഈ ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകണമേ. ഈ ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകണമേ. ഉണർവിൻ കാറ്റ് ഉണർവിൻ കാറ്റ് വീശുക ഈ സഭമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്നൊരു വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീനെന്ന്. ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, കൂട്ടായ്മയിൽ, ഒരുമിച്ച് നടക്കുന്ന അനുഭവത്തിൽ നടപ്പീനെന്ന്. എങ്ങനെ ഒരു ദൈവത്തിൽ നടക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യനുമായി ഒത്തുചേർന്ന് നടക്കുന്നതാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ദൈവം മനുഷ്യനെ കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തെ വിട്ടുപിരിയാതെ മനുഷ്യൻ നിൽക്കുക, ദൈവവുമായുള്ള സംസർഗത്തിൽ എപ്പോഴും മനുഷ്യൻ ജീവിക്കുക. അതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവം ഇതിൽ എപ്പോഴും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചും അവൻ്റെ സ്നേഹത്തിൻ്റെ തണലിലും അവനോടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിലുമായിരിക്കണം നടക്കുന്നത്. ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. തിരുവചനത്തിൽ ഒരു ദൈവത്തിൽ എങ്ങനെയെല്ലാം നടക്കണമെന്ന് പല കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്ന്. ഒരിക്കൽ നാം ജീവൻ പ്രാപിച്ചവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്, പാപത്തോട് യാത്ര പറഞ്ഞവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്ന്. നമ്മുടെ ശരീരം ദിനംതോറും പുതുക്കം പ്രാപിച്ച് നമുക്ക് ആരോഗ്യം പുതുക്കി വരുന്നതാണ്. മനുഷ്യൻ പകലത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായി പ്രിയപ്പെട്ട രാത്രിയിൽ അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം മാറി പുതുക്കം പ്രാപിച്ച് പുതുബലം പ്രാപിച്ച് പുതിയ പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും എപ്പോഴും പുതുക്കം പ്രാപിക്കണം ആത്മീയ ജീവിതത്തിൽ. പണ്ടുള്ള ആത്മീയ അനുഭവങ്ങളല്ല, ഇന്നലെയുള്ള ആത്മീയ അനുഭവങ്ങളല്ല, ഇന്നലെ എനിക്കുള്ള മാനസാന്തരമല്ല, ഇന്നുള്ള ആത്മീയ അനുഭവങ്ങളല്ല. പിന്നെയോ നാം ദിനംതോറും പുതുക്കം പ്രാപിച്ച് ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന്. ഒരു മനുഷ്യൻ ആത്മാവിനെ അനുസരിച്ച് ദൈവാത്മാവിൻ്റെ അനുസരണത്തിൽ ആത്മാവിൻ്റെ ആലോചനയ്ക്കൊത്ത് നടക്കുന്നുവെങ്കിൽ അവൻ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കയില്ല. പ്രിയപ്പെട്ടവരെ, ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ അത് ഭിന്നതയുള്ളതാണ്, അത് വിപരീത ദിശകളിലുള്ളതാണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ചിന്തകളുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളാണോ? നിത്യനായ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് പ്രസാദിക്കുന്ന ചിന്തകളാണോ? അതോ ജഡത്തിൻ്റെ ചിന്ത, ആത്മാവിൻ്റെ മരണമാകുന്ന ജഡത്തിൻ്റെ ആലോചനകളും ജഡത്തിൻ്റെ ചിന്തകളുമാണോ എന്നെ ഭരിക്കുന്നതെന്ന്
ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. വീണ്ടും നാം വായിക്കുന്നുണ്ട്, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനികളായിട്ട് നടക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആത്മീക ജ്ഞാനമുള്ളവരായി, ദൈവിക പരിജ്ഞാനമുള്ളവരായി, ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നാം നടക്കണമെന്ന് വീണ്ടും തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കണം. പ്രിയപ്പെട്ടവരെ, അത് വളരെ വർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. എന്ത്? വിളിച്ചിരിക്കുന്ന വിളി. എന്നെ ആരാണ് വിളിച്ചത്? എനിക്ക് എന്ത് വിളിയാണ് കിട്ടിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എന്നെ വിളിച്ചിരിക്കുന്ന വിളിയും എന്നെ വിളിച്ചത് ആരാണെന്നുമുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ ഞാൻ ആരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകുകയുള്ളൂ. ഇത് രണ്ടും എപ്പോഴും പൊരുത്തപ്പെട്ടു പോകേണ്ടത്. എന്നെ ആരാണ് വിളിച്ചിരിക്കുന്നത്? ഞാൻ ആരായിരുന്നു എന്ന്. ദൈവമക്കളെ, എന്നെ എവിടെ നിന്നാണ് വിളിച്ചത്? എന്നെ ആരാണ് വിളിച്ചിരിക്കുന്നതെന്ന് വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കണം. ദൈവമക്കളെ, നാം എപ്പോഴും ഓർത്തിരിക്കണം. എന്ത്? എന്നെ നിത്യനായ ദൈവം കോടാനുകോടികളുടെ ഇടയിൽ നിന്ന്, അന്ധകാരമുള്ള തലമുറയിൽ നിന്ന്, ആത്മീയ അന്ധതയുടെ നടുവിൽ നിന്ന് എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എനിക്ക് ആത്മീയ പ്രകാശം നിന്നൊരു ദൈവമുണ്ട്. അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. ഒരു കൂട്ടായ്മയല്ല, ഒരു ദൈവമക്കളല്ല, ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല വിളിച്ചിരിക്കുന്നത്. അഖിലാണ്ടത്തിന്റെ ഉടയവനായ എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ പേർ ചൊല്ലി വിളിച്ചതാണെന്ന്. ദൈവമക്കളെ, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കണം. ദൈവമക്കളെ, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടായിരിക്കണം. എന്ത്? എനിക്കൊരു വിളി കിട്ടിയ മനുഷ്യനാണ് ഞാൻ. ദൈവ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണ്. ദൈവം എന്നെ വിളിച്ചതാണ്. വ്യക്തിപരമായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ശരിയായ സമർപ്പണമുള്ള ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവവൈതല്, ഒരു ദൈവദാസൻ, ഒരു നിസാരനായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, അവൻ ഈ ലോകത്തിൽ എന്തെല്ലാം കഴിവ് കുറഞ്ഞവനായിക്കോട്ടെ, അവൻ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് നിന്നാലും, കൂട്ടായ്മയില്ലാത്തിടത്ത് ചെന്നാലും, കൂട്ടായ്മക്കാരില്ലാത്തിടത്ത് ചെന്നാലും, പാപം കുത്തി ഒഴുകുന്നിടത്ത് ചെന്നാലും, അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ആ ബോധ്യം ഉണ്ടായിരിക്കുന്നത്, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട്, അവനാണ് എന്നെ വിളിച്ചത്. ദൈവമക്കളെ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ നടക്കുകയുള്ളൂ. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കണം. നമുക്ക് വായിക്കാം, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ദൈവം ഇതിൽ എപ്പോഴും വെളിച്ചത്തിൽ നടക്കണമെന്ന്. വായിക്കാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അവൻ യേശുക്രിസ്തു കർത്താവ് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യേശുക്രിസ്തു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ നമുക്ക് തമ്മിൽ യേശുക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ട് എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു ദൈവം ഇതിൽ എപ്പോഴും വെളിച്ചത്തിൽ നടക്കുന്നവനായിരിക്കണം. പ്രിയപ്പെട്ടവനെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. വെളിച്ചത്തിന്റെ പ്രവൃത്തികളാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന്? അതോ മറവിലിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, മറ്റുള്ളവർ അറിയാതിരിക്കുന്ന, അറിയാൻ കൊള്ളുകയില്ലാത്ത ഇരുളിന്റെ പ്രവൃത്തികൾ ഇന്നും നമ്മെ ഭരിക്കുന്നുണ്ടോ എന്ന്? ഒരു ദൈവം ഇതിലെപ്പോഴും വെളിച്ചത്തിൽ നടക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മീയ പ്രകാശത്തിൽ നടക്കണമെന്നാണ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. നാം ചിന്തിച്ച് നോക്കണം, നാം ഇന്ന് വെളിച്ചത്തിലാണോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കും, വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാം സൂര്യന്റെ പ്രകാശം കാണുന്നുണ്ട്, ലൈറ്റിന്റെ പ്രകാശം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതും ഒരു വെളിച്ചമാണ്. എന്നാൽ നാം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ വെളിച്ചമല്ല, അത് മനുഷ്യന് ഇടറിപ്പോകാൻ സാധ്യതയുള്ള. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന, മനുഷ്യഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആ സ്വർഗത്തിലെ വെളിച്ചം, നീതിസൂര്യനായ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം വെളിച്ചത്തിൽ നടക്കുന്നവരാണോ? ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുന്നു. കർത്താവ് തന്നെ പറഞ്ഞതാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. യേശുക്രിസ്തു തന്നെത്താൻ ഞാൻ ആരാകുന്നു, ഞാൻ ആണ് എന്ന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ പറഞ്ഞാണ് എന്ത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്ന, യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന മക്കളെ കുറിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവമക്കളെ, യേശുക്രിസ്തു എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സ്വയമായിട്ടൊന്നുമില്ല, എല്ലാം പിതാവിൽ നിന്ന് ലഭിച്ചതാണ്, പിതാവിനോട് കേട്ടതാണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത്. ദൈവമക്കളെ, നാം പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ചന്ദ്രന് സ്വയമായി വെളിച്ചമില്ല എന്ന്. അത് സൂര്യന്റെ വെളിച്ചം അതിൽ പ്രതിബിംബിക്കുന്നതാണ്. ദൈവമക്കളെ, കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ചേർത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണമെന്ത്? മനുഷ്യരായ നിസ്സാരന്മാരായ പാപികളായി ജീവിച്ച പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും സ്വന്തമായ ഒരു വെളിച്ചമില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ വെളിച്ചമാകുന്നു, നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ ആ തേജസ്സിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് നിഴലിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വെളിച്ചം ഏതാണ്? യേശുക്രിസ്തു തരുന്ന വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ദൈവമക്കളെ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു വെളിച്ചമായി നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. ഈ അന്ധകാരത്തിന്റെ നടുവില്, കൂരിരുട്ടുള്ള തലമുറയുടെ നടുവില്, അശുദ്ധിയും അന്ധകാരവും മദ്യപാനവും, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തമ്മിൽ കലഹിച്ച് നിത്യ അന്ധകാരത്തിലേക്ക് പോകുന്ന ഈ അന്ധകാരത്തിന്റെ നടുവിൽ ഒരു പ്രകാശമായി, ക്രിസ്തുവിന്റെ പ്രകാശമുള്ളവനായി, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവനായി നിൽക്കണമെന്നാണ് കർത്താവ് നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ തിരുവചനത്തിൽ ധ്യാനിക്കാറുണ്ട്. ആ വലിയൊരു ജലപ്രളയം നോഹയുടെ കാലത്ത് വന്നപ്പോൾ ദൈവമക്കളെ, നോഹ 120 കൊല്ലം പ്രസംഗിച്ചു എന്നെല്ലാം നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ദൈവമക്കളെ, ആരും മാനസാന്തരപ്പെട്ടില്ല ആ തലമുറയില്, ആർക്കും ആ പെട്ടകം പ്രയോജനപ്പെട്ടില്ല. എന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും ആ പെട്ടകം പ്രയോജനപ്പെട്ടു എന്ന്. ദൈവമക്കളെ, എന്താണ് മനസ്സിലാക്കുന്നത്? അത് ഏറ്റവും ചുരുങ്ങിയ ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങി വന്നിരിക്കുകയാണ്. എന്ത്? ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും മാത്രമേ ആ പെട്ടകത്തിൽ കയറിയുള്ളൂ എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ നാം പ്രാർത്ഥിക്കണമെന്നല്ല. കർത്താവേ, ലോകം മുഴുവൻ നേടാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും കർത്താവേ, എൻ്റെ കുടുംബം നേടാൻ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയെ നേടാൻ, ഞങ്ങളുടെ മക്കളെ നേടാൻ, ഞങ്ങളുടെ മാതാപിതാക്കളെ നേടാൻ, കർത്താവേ, ആ ഏറ്റവും ചുരുങ്ങിയ ഒരു സർക്കിളിലാണെങ്കിലും കർത്താവേ, അതിനുള്ള കൃപ തരണമേ എന്ന് ദൈവമക്കളെ നാം പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ എന്ന്. ദൈവമക്കളെ, നാം ഒരു നാൾ കടന്നു ചെല്ലുമ്പോൾ ലജ്ജിതരായി പോകരുത്, തല കുമ്പിട്ട് നിൽക്കാൻ ഇടവരരുത്. ദൈവമക്കളെ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം, കർത്താവിൻ്റെ പ്രകാശമുള്ള മക്കളായിട്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് കൂട്ടായ്മയുള്ളവരായിട്ട് ജീവിക്കണം. നമുക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ കഴിയണം. വിളിച്ച വിളിക്ക് യോഗ്യമായി നാം എപ്പോഴും നടക്കണം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സമർപ്പണം എടുത്തതുകൊണ്ടോ കൂട്ടായ്മയിൽ നിരന്തരം വന്നതുകൊണ്ടോ ഒന്നും നമുക്ക് ഒരു ജയജീവിതം നയിക്കാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. പലരും സാക്ഷ്യം പറയുമ്പോഴൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പാപം വിട്ട് ജീവിക്കണം, വിശുദ്ധനായി ജീവിക്കണം. ദൈവമക്കളെ, എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിരന്തരമായ ദൈനംദിന ജീവിതത്തിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്? കർത്താവേ, എനിക്കൊരു വിശുദ്ധനാകണമെന്ന്. ഈ അന്ധകാരമുള്ള തലമുറയുടെ നടുവില് യേശുക്രിസ്തുവിന്റെ ഒരു സത്യസാക്ഷിയായിട്ട് എനിക്ക് നിൽക്കണമെന്ന്. ദൈവമക്കളെ, അത് മുട്ടിന്മേലിരിക്കുമ്പോൾ മാത്രമല്ല, കൂട്ടായ്മയിൽ വരുമ്പോൾ മാത്രമല്ല. സഹോദര, നിന്റെ ജീവശ്വാസം പോലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ പോലും അറിയാതെ ആ പ്രാർത്ഥന എപ്പോഴും ഉയരണം. കർത്താവേ, എന്നെ ഒരു വിശുദ്ധനാക്കണമേ എന്ന്. ദൈവമക്കളെ, ചെറിയൊരു പ്രാർത്ഥനയൊന്നുമല്ല, അതെൻ്റെ രോഗമൊന്നും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല, നിരന്തരം പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്? കർത്താവെ, എനിക്ക് ഈ തലമുറയിൽ ഒരു വിശുദ്ധനാകണമെന്ന്. എൻ്റെ കർത്താവെ, കഴിഞ്ഞ കാല തലമുറയിൽ അപ്പോസ്തലന്മാരിൽ ഇറങ്ങി നിന്ന സ്വർഗത്തിൻ്റെ തീ, പൂർവീയ പിതാക്കന്മാരിൽ പ്രവാചകന്മാരിൽ ഇറങ്ങി നിന്ന
ആത്മാവിൻ്റെ അഗ്നി സ്വർഗത്തിൻ്റെ ഹിതം ഈ ഭൂമിയിലൊക്കെ നിവർത്തിപ്പാൻ നിരക്ഷര കുക്ഷികളായ ലോകത്തിൽ ഏതുമില്ലാത്തവരായ അനേകരെ എടുത്ത് ഉപയോഗിച്ച സ്വർഗത്തിലെ അപ്പാ, എന്നെ നിന്റെ കരങ്ങളിൽ എടുക്കണമേ എന്ന്, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്, എൻ്റെ മേലെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പകരണമേ എന്ന്, എനിക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാനുള്ള കൃപ തരണമേ എന്ന്, പാപം എന്നെ തൊടാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന്, എൻ്റെ കർത്താവേ ലോകം വിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ആത്മീയ അനുഭവം എനിക്ക് തരണമേ എന്ന്. ദൈവങ്ങളെ, നിങ്ങൾ ഉന്നതമായത് പ്രാർത്ഥിക്കണോ, ഉയർന്നത് പ്രാർത്ഥിക്കണോ. ഈ താണ നിലവാരത്തിൽ കിടന്ന് കർത്താവേ ഞാൻ കൂട്ടായ്മക്കാരനാണെന്ന് പറഞ്ഞ് എന്നും നടക്കാതെ സഹോദരീ സഹോദരന്മാരെ, നാം ഉന്നതമായത് കാക്ഷിക്കണം. കർത്താവേ എന്നെ ഒരു വിശുദ്ധനാക്കണമേ എന്ന്, നിന്റെ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരായുധമാക്കി എന്നെ മാറ്റണമേ എന്ന്. എൻ്റെ കർത്താവ്, യെരുശലേമിന്റെ തെരുവിലൂടെ ആ കഴുതയുടെ മേൽ വാഹനമേറിയ ജീവനുള്ള കർത്താവേ, ഈ അധിക അന്ധകാല തലമുറയിൽ ഈ കഴുതയുടെ മേൽ അവിടുന്ന് വാഹനമേറണമേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു വാഹനമേറിയാൽ മതി. കഴുതയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു യോഗ്യതയില്ലായിക്കോട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മോശമായിക്കോട്ടെ, ഇന്നലകളിൽ എത്ര പരാജയം വന്നവരായിക്കോട്ടെ, ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഉണ്ടെങ്കിൽ എല്ലാമാണ് സഹോദര. യേശു വാഹനമേറിയാൽ മതി. നീ ഒന്ന് ചുമല് താത്തിയാൽ മതി, നീ ഒന്ന് കുനിഞ്ഞാ മതി. സഹോദര, നിനക്ക് കുറവുണ്ടോ? നീ നിരാശപ്പെടണ്ട. എത്ര കാലം വന്നിട്ടും നിനക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ലേ, പുറകോട്ട് മാറണ്ട. ദൈവമക്കളെ ഞാൻ പറയട്ടെ, കുറവുള്ളവരെ തേടിയാണ് എൻ്റെ കർത്താവ് വന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രയോ രക്ഷിപ്പാൻ വന്നത്. ദൈവമക്കളെ, പാപികളെ തേടി വന്നവനാ നമ്മുടെ കർത്താവ്. കുറവുള്ളവരെ തേടി വന്നവനാ നമ്മുടെ കർത്താവ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, യോഹന്നാൻ സ്ലീഹ ചാരിയ ആ മാറിൽ ചാരാൻ എനിക്ക് അർഹതയില്ലല്ലോ കർത്താവേ എന്ന്. അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമക്കളെ, ആ മഗ്ദലക്കാരി മറിയ കണ്ണുനീര് കൊണ്ട് കഴുകിയ, ചുംബിച്ച, തലമുടി കൊണ്ട് തുവർത്തിയ നിന്റെ ആ പൊന്നുപാദം ഞാനൊന്ന് മൊത്തട്ടെ എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പാദം ആർക്കും വിലക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദര, നീ കൊതിക്കണം ആ പാദപീഠത്തിലൊന്ന് ഇരിക്കണമെന്ന്, എനിക്ക് ആ പാദപീഠം ഒന്ന് ചുംബിക്കണമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നന്ദിയുടെ കണ്ണുനീര് കൊണ്ട് എനിക്ക് ആ കാൽപാദം ഒന്ന് കഴുകണമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമുക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രകാശം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവമക്കളെ, അത് ഇന്നും ഇന്നലെയുമല്ല, നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ആ സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കുവാൻ, അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ പ്രകാശിപ്പിക്കുവാൻ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വെളിച്ചം കണ്ട ഒരു വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേദപുസ്തകത്തില് പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തില് ലേഖനങ്ങളും പ്രിയപ്പെട്ടവരെ എഴുതിയ അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ ചെല്ലുന്നത് വരെയും ശൗലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ ശൗല് അന്ന് ചിന്തിച്ചിരുന്നു, എന്ത്, ഞാനൊരു നല്ലവനാണ്, അല്ലെങ്കിൽ ഞാനൊരു ആത്മീയനാണ്, എനിക്കൊരു കുറവുമില്ല, സ്വർഗമുണ്ടെങ്കിൽ അവിടെ ഞാൻ എത്തുമെന്നുള്ള, ദൈവം എന്നെ നോക്കി പ്രസാദിക്കുകയാണെന്നുള്ള യഹോവയുടെ ആലോചനയ്ക്കാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഹൃദയ നിർണയത്തോടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ശൗൽ. എന്നാൽ ദൈവമക്കളെ, അന്ധകാരത്തിന്റെ അടിത്തട്ടിലായിരുന്നു എന്ന് ഒരിക്കലും ശൗല് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ദമസ്കോസിന്റെ പടിവാതിലേക്ക് ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടുവാനുള്ള മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമായി നടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദമസ്കോസിന്റെ പടിവാതിലോളം ചെല്ലുമ്പോഴാണ് ശൗൽ അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വെളിച്ചം, ഒരു പ്രകാശം, നൂറ്റാണ്ടുകളായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ സത്യവെളിച്ചം, അന്ധകാരത്തിന്റെ, അഹങ്കാരത്തിന്റെ ഉന്നതികളില് പ്രിയപ്പെട്ടവരെ, അധികാരപത്രത്തിന്റെ അധികാരമുള്ളത് കൊണ്ട് അഹങ്കാരത്തോടെ പോയ ആ ശൗലിന്റെ മേലൊരു പ്രകാശം മിന്നിയെന്ന്. എന്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അത് സൂര്യന്റെ വെളിച്ചമായിരുന്നില്ല, ശൗൽ അതുവരെയും കണ്ടിരുന്ന വെളിച്ചമായിരുന്നില്ല. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ന്റെ 13.
അപ്പോസ്തലൻ തന്നെ പിൽക്കാലത്ത് അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 9 മാനസാന്തരത്തെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിൽ നിന്ന് അപ്പോസ്തലനെ പൗലോസ് തന്റെ സാക്ഷ്യം പറയുകയാണ്. വായിച്ചോ. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞോരു വെളിച്ചം വഴിയിൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്നോരു വെളിച്ചം എന്റെ മേൽ മിന്നി. വായിച്ചോ. ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെയുള്ള യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ശൗൽ പറയുകയാണ്, ഞാൻ മാത്രമല്ല എന്നോട് കൂടെ സഞ്ചരിച്ചവരെയും ചുറ്റി മിന്നുന്ന വലിയൊരു വെളിച്ചം നട്ടുച്ചയ്ക്ക് ഞാൻ കണ്ടു. വായിച്ചോ. ഞങ്ങളെല്ലാവരും നിലത്ത് വീണു. അപ്പോൾ ആ വെളിച്ചത്തിന്റെ ശക്തി കൊണ്ട് ആ വെളിച്ചം കണ്ടവരെല്ലാം നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ വെളിച്ചം കണ്ട് നിലത്ത് വീണു എന്ന് അപ്പോസ്തലൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. എന്നാൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഞാനൊരു ശബ്ദം കേട്ടു എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ ശബ്ദം? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, അന്ന് വരെ ആരും ചോദിക്കാത്ത അധികാരത്തിന്റെ പത്രമുള്ള പ്രിയപ്പെട്ട, ന്യായപ്രമാണം അറിയാവുന്ന, ഞാനൊരു തികഞ്ഞ ആത്മീയനാണെന്ന് ചിന്തിച്ച ശൗലിനോട് ചോദിക്കുകയാണ്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. ദൈവമക്കളെ, നാളുകളായി തിരുവചനം കേൾക്കുന്ന, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന, ആത്മീയരെന്ന് നടിക്കുന്ന അനേകരെ നോക്കി ഇന്ന് എന്റെ കർത്താവ് വേദനയോടെ ചോദിക്കുകയാണ്, മകനെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്, നീ എനിക്ക് വിരോധമായി ജീവിക്കുന്നത് എന്ത് എന്ന്. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തിലെ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ശൗലിന്റെ മേൽ വെട്ടിമിന്നിയ ആ പ്രകാശം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ശൗലിനെ പൗലോസാക്കി മാറ്റുന്ന പ്രകാശമായിരുന്നു. അവനെ ആത്മീയ അന്ധതയിൽ നിന്ന് ആത്മീയ പ്രകാശത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നതായിരുന്നു. ദൈവമക്കളെ, ഒന്നുകൂടി പറഞ്ഞാൽ ശൗലിനെ പൗലോസാക്കി മാറ്റി. ക്രിസ്തുവിനെതിരായി ഓടിയിരുന്ന പൗലോസിന്റെ ദൈവത്തിന്റെ വേലക്കാരനാക്കി മാറ്റി. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ആ പ്രകാശം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ആ പ്രകാശം മനുഷ്യനെ ആ ഇരുന്ന അവസ്ഥയിൽ നിന്ന് കരം പിടിച്ചുയർത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രകാശം ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ നിന്ന് പുതിയൊരു അനുഭവത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നതാണ്. ഞാൻ എളിമയോടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അനുഭവം കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, എനിക്ക് ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട് എന്ന്? എൻ്റെ അന്ധകാരത്തിൻ്റെ നടുവിലേക്ക് യേശു ഇറങ്ങി വന്ന അനുഭവം, എൻ്റെ പാപജീവിതത്തിൻ്റെ നടുവിലേക്ക് യേശു ഇറങ്ങി വന്ന അനുഭവം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവിന് സ്തോത്രം. ശൗൽ ദമസ്കോസിന്റെ പടിവാതിക്കല് നിലംപരിശായി വീണു. ദൈവമക്കളെ, അപ്പോസ്തലന് എന്തുമാത്രം കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു. ഒടുവിലാവുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അപ്പോസ്തലൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല എന്ന്. കാരണം എന്താ? ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാ, ദൈവമക്കളെ ഉപദ്രവിച്ചവനാ, കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ എതിരി നിന്നവനാ. ദൈവമക്കളെ, എന്നാൽ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവ് അതൊന്നും കണക്കിടാത്തവനാ കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നലകളിൽ അറിയാതെ മകനെ എന്തെല്ലാം നിനക്ക് തെറ്റുപറ്റിയെങ്കിലും, നീ ദൈവവേലയെ എതിർത്തവനാണെങ്കിലും, നീ ദൈവമക്കളെ എതിർത്തവനാണെങ്കിലും, കൂട്ടായ്മയ്ക്ക് പ്രതികൂലമായി നിന്നവനാണെങ്കിലും, എൻ്റെ സഹോദര, അതൊന്നും കണക്കിടാത്ത, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ കഴുകുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, നിന്റെ അന്ധത മാറ്റുന്ന, നിന്റെ ഉള്ളിലേക്ക് സ്വർഗത്തിലെ തീ പകർന്നു തരുന്ന യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഞാൻ എപ്പോഴും പറയും, എൻ്റെ കർത്താവ് സ്നേഹമാണ് കേട്ടോ. എൻ്റെ യേശു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ് കേട്ടോ. അവൻ നിങ്ങളെ ഓരോരുത്തരെയും മാടി വിളിച്ചുകൊണ്ടിരിക്കുക. എന്ത്? മകനെ, നീ നിരാശപ്പെടണ്ട, നീ കുമ്പിട്ടിരിക്കണ്ട, നീ കുനിഞ്ഞിരിക്കണ്ട. സഹോദരി, എൻ്റെ കർത്താവ് നിന്നോട് പറയുകയാണ്, അയ്യോ, എനിക്ക് ഭർത്താവില്ലല്ലോ, എനിക്ക് പണമില്ലല്ലോ, എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് രോഗമാണല്ലോ, എനിക്കൊരു കൈത്താങ്ങൽ തരാൻ ആരുമില്ലോ എന്ന് എൻ്റെ സഹോദരി നീ കേട്ടുകൊള്ളുക. നിനക്ക് താങ്ങും തണലും തുണയുമായി ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും മകളെ, നിന്നെ താങ്ങാൻ ഒരു അദൃശ്യമായ കരമുണ്ട്. അത് നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ആ കരത്തിലേക്ക് സമർപ്പിച്ചാൽ മതി. ദൈവമക്കളെ, നട്ടുച്ചി വെല്ലുന്ന സ്വർഗത്തിന്റെ പ്രകാശം ശൗല് കണ്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തില് ആ കാരാഗ്രഹപ്രാണി, പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിന്റെ നടുവില്
അപ്പോസ്തലന്മാരുടെ നടുവിലേക്ക് അവൻ ചാടി വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വെളിച്ചം വെളിച്ചം. അവൻ നോക്കിയപ്പോൾ എല്ലാം അന്ധകാരം, ഒന്നും കാണാൻ കഴിയുന്നില്ല, എല്ലാം കൂരിട്ട്. അവൻ വെളിച്ചം ചോദിച്ച് ചാടി വന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ വെളിച്ചം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സാക്ഷാൽ വെളിച്ചമാകുന്ന, ജീവന്റെ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ പേറാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഈ നിസ്സാരനായ എന്നെ ഇവിടെ നിർത്തിയത് ആ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ 34-ാമത്തെ വയസ്സിലേക്ക്, എൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഉദിച്ചുയർന്ന ആ നീതിസൂര്യനായ ക്രിസ്തുവാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ യോഗ്യനായതുകൊണ്ടല്ല, നല്ലവനായതുകൊണ്ടല്ല, പിന്നെയോ ആ കാൽവറിയിലെ സ്നേഹം എന്നെ പിടിച്ച് കരം പിടിച്ച് ഇന്ന് നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, വാട്ടങ്ങളും ക്ഷീണങ്ങളും പിന്മാറ്റങ്ങളും എല്ലാം വരുമ്പോൾ തട്ടി എഴുന്നേൽപ്പിക്കുന്ന, ഏലിയാവിനെ തട്ടി ഉണർത്തിയ, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ആ സ്വർഗത്തിന്റെ സ്വരം ദൈവമക്കളെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാമോ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ജീവൻ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് പകർന്നു തരാമോ എന്ന്. എൻ്റെ കർത്താവേ, ഞാൻ ലോകത്തിൻ്റെ പല വെളിച്ചങ്ങളും കണ്ടിട്ടുണ്ട്, എന്നാൽ ആത്മാവിൻ്റെ വെളിച്ചം, എൻ്റെ കർത്താവേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാൻ ഇന്ന് രാത്രി എൻ്റെ ഉൾക്കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ ഹൃദയം ഒന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നീ എൻ്റെ മേലെ നിന്റെ ആണിപ്പാടുള്ള കരമൊന്ന് വെക്കണമേ. ദൈവത്തിലെ നീ ഒന്ന് പ്രാർത്ഥിച്ചേ, നിന്നെ അവനൊന്ന് തൊടട്ടെ, നിന്നെ അവനൊന്ന് ശക്തീകരിക്കട്ടെ, നിന്റെ മേലവന്റെ വെളിച്ചമൊന്ന് പകരട്ടെ, ആത്മാവിന്റെ ജീവൻ നിന്റെ മേൽ പകരട്ടെ. ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഈ അന്ധകാരമുള്ള ഹൃദയത്തിലേക്ക് അത്ഭുത പ്രകാശമായി നീ എഴുന്നള്ളി വരണമേ എന്ന്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് നാമം മഹത്വപ്പെടുന്നു.